കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എല്ലാ ടെസ്റ്റുകളും നമുക്ക് ഒരിക്കൽ കൂടി നടത്തണം, ഇന്ന് തന്നെ. അല്ല, അത് ഇന്ന് തന്നെ വേണോ ഡോക്ടർ? വേണം. എനിക്ക് ചില പോസിറ്റീവ് സൈനുകൾ കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. തൽക്കാലം പോയി ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് വാ. അപ്പോ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ ഡോക്ടർ? മരണം വഴിമാറി പോവോ? കുട്ടി, എന്റെ സർവീസ് ലൈഫിൽ ആയിരക്കണക്കിന് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൈകളിൽ തന്നെ കിടന്ന് മരിച്ചവരുമുണ്ട്. പക്ഷേ മരിക്കുമെന്ന് ഞാൻ കരുതിയ നിമിഷത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ഒരു അത്ഭുതം പോലെ തിരിച്ചു വന്നവരുമുണ്ട്. ആ തിരിച്ചു വന്ന നിമിഷത്തിലാണ് എനിക്ക് പ്രതീക്ഷ. ഈശ്വരനെ ഞാൻ കാണുന്നത് അവിടെയാണ്. അതുപോലൊരു അത്ഭുതം സുപ്രിയയുടെ ജീവിതത്തിലും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മളല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. ജനനവും മരണവും എല്ലാം നമുക്ക് നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ലടോ. പോയി ടെസ്റ്റുകളൊക്കെ നടത്തിട്ടോ. വരട്ടെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. കാര്യങ്ങൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അന്ന് ഞാൻ നിങ്ങളോട് ആവുന്നത് പറഞ്ഞതല്ലേ അബോർഷൻ വേണ്ടാന്ന്. നിങ്ങളത് കേട്ടില്ല. പ്രസവിച്ചാൽ സൗന്ദര്യം പോകുമെന്നായിരുന്നല്ലോ മായയുടെ പേടി. ഇപ്പൊ കൺസീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോ ദൈവം നമ്മളെ വല്ലാതെ പരീക്ഷിക്കും. എന്തായാലും നോക്കാം. എന്താ ഡോക്ടർ, ഒന്ന് തെളിച്ചു പറയൂ. മായയ്ക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതിന് ട്രീറ്റ്മെന്റ്സ് തുടങ്ങേണ്ടിയിരിക്കുന്നു. എന്നുവെച്ച് മായി പേടിക്കുകയൊന്നും വേണ്ട. ഇതുപോലെ പ്രോബ്ലംസ് ഉള്ള ഒരുപാട് പേർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. പക്ഷേ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരുമെന്ന് മാത്രം. ഒരു മിനിറ്റ്, മായി ഒന്ന് പുറത്തിരിക്കോ? ഞാനൊന്ന് ശ്രീറാമിനോട് സംസാരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും നിങ്ങൾ മായയെടുത്ത് പറയരുത്. പറഞ്ഞാൽ ആ കുട്ടി ആകെ തളർന്നു പോവും. പിന്നെ ഇതൊന്നും കുഞ്ഞുങ്ങളുണ്ടാവാൻ തടസ്സമൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ്. അഥവാ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഈ മാർഗം സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനീ പറഞ്ഞ കാര്യം മായ ഒരിക്കലും അറിയില്ല എന്ന് ശ്രീറാം എനിക്ക് ഉറപ്പ് തരണം. ഇല്ല ഡോക്ടർ, ഞാനിതൊരിക്കലും അവളോട് പറയില്ല. എന്നാലും എന്നെങ്കിലും ഒരിക്കലും അവളിത് അറിയേണ്ടി വരുമ്പോ അവൾക്കത് സഹിക്കാൻ പറ്റുമോ ഡോക്ടർ? അത് സാരമില്ല ശ്രീറാം, അത് അപ്പോഴത്തെ കാര്യമല്ലേ, നമുക്ക് നോക്കാം. തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ശരി ഡോക്ടർ. ഓക്കെ. എന്താ ശ്രീയേട്ടാ, എന്താ ഡോക്ടർ പറഞ്ഞേ? എന്തിനാ എന്നെ ഇങ്ങനെ പുറത്തു നിർത്തിയത്? ഹേയ്, ഒന്നുമില്ല. നിന്റെ കാര്യങ്ങളിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറയായിരുന്നു. എന്റെ എന്ത് കാര്യം? നമുക്കിനി കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? സത്യം പറ ശ്രീയേട്ടാ, ഡോക്ടർ അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് മെഡിസിൻസ് നീ കഴിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം, നീ വാ. ഇല്ല, എന്നോട് അത് പറയാതെ ഞാൻ എങ്ങോട്ടും വരില്ല. ഡോക്ടറോട് ഞാൻ സംസാരിക്കാം. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണം. ഒരിക്കൽ നമുക്കൊരു തെറ്റ് പറ്റി. ദൈവം തന്ന കുഞ്ഞിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. എന്റെ തെറ്റ്.
എന്റെ മാത്രം തെറ്റാത്. ഞാൻ പറഞ്ഞത് ശ്രീയേട്ടൻ അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീയേട്ടാ, സത്യം പറ, അതുകൊണ്ട് നമുക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞോ? ഏയ്, അങ്ങനൊന്നുമില്ല. താൻ വാ. വാടോ, ഡോക്ടർ പറഞ്ഞതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വാടോ. ഞാനാര്, നീ ആര്? ജീവിച്ചിരിക്കെ ഇങ്ങനൊരു വിധി അനുഭവിക്കേണ്ടി വരുന്നത് മരണത്തേക്കാൾ ഭയാനകമാണ്. ഞാനിപ്പോ ആരാണെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. പഴയ സുപ്രിയയുടെ പ്രേതം, ഹരിപ്രിയയുടെ കള്ളപ്പേരിൽ കുറച്ചുനാൾ ഇവിടെ താമസിക്കാൻ പറ്റി. അതും ജ്യോതിയുടെ ദയ കൊണ്ട്. ഇനി അധികം നാൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല. ജ്യോതിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ തിരിച്ചു പോണം. ഹരിപ്രിയയുടെ ആവരണം ഉപേക്ഷിച്ച് സുപ്രിയ മരണത്തിലേക്ക് മടങ്ങണം. ഹലോ, എന്താണ് രണ്ടുപേരും തമ്മിൽ ഒരു അഭിമുഖ സംഭാഷണം? ഒരു കാര്യമില്ലാതെ ഭിത്തി കയറിയിരിക്കുന്നതിന്റെ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും ഇപ്പൊ ഓർത്തത് അല്ലേ? ഹരിപ്രിയക്ക് എന്ത് ഫ്ലാഷ് ബാക്ക്? അതൊക്കെ സുപ്രിയക്കല്ലേ? ഓ, കോമഡി ഒക്കെ പറയാൻ പഠിച്ചല്ല. മരിച്ചവളുടെ കോമഡിയല്ലേ, കേട്ട് രസിക്കും. അയ്യടാ, ഒരു ഒറ്റ ഒരെണ്ണം വെച്ചെന്നുണ്ടല്ലോ. നിനക്ക് എന്റെ കാര്യം അറിയാഞ്ഞിട്ടാ ജ്യോതി. മരിച്ചുപോയവരുടെ ആത്മാക്കൾ തിരിച്ചു വന്ന് ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ ഇറങ്ങി ഒളിഞ്ഞു നോക്കിയാൽ എങ്ങനെയുണ്ടാവും? അതുപോലുണ്ട് ഇപ്പൊ എന്റെ കാര്യം. ഒന്നും അറിയാത്ത ഞാൻ ഇപ്പൊ ഭിത്തിയിലിരിക്കുന്നു. യഥാർത്ഥ ഞാൻ ദേ ഹരിപ്രിയയുടെ ബോഡിയിൽ കയറി നിന്റെ മുന്നിൽ നിൽക്കുന്നു. ഇതിനേക്കാൾ വലിയ തമാശ എന്താ? എന്താ ഇത്? ആരെങ്കിലും കാണൂട്ടോ, കണ്ണു തുടയ്ക്ക. എന്താ ഹരിപ്രിയ കരയുന്നേ? എന്തു പറ്റി? അത് സുപ്രിയെ കുറിച്ച് ഓർത്തപ്പോ അറിയാതെ കരഞ്ഞു പോയതാ. ഹരിപ്രിയ മതി വിഷമിച്ചത്, വന്നേ. അത് ശരിയാ, എത്രയായാലും കൂടപ്പിറപ്പല്ലേ, ഓർക്കുമ്പോ ആരായാലും കരഞ്ഞു പോകും. അതെ അതെ, വാ ഹരിപ്രിയെ. ജ്യോതി അതെന്തോ ആക്കി പറഞ്ഞതുപോലെ. അതോ ഇവളിനി ഹരിപ്രിയെ മറ്റെന്തെങ്കിലും പറഞ്ഞ് കരയിച്ചതാണോ? അല്ല, വന്നിട്ട് ഇത്രയും ദിവസം ഹരിപ്രിയ ഈ ഫോട്ടോ കണ്ടില്ലായിരുന്നോ? അപ്പോഴൊന്നും ഇല്ലാത്ത കരച്ചിൽ ഇപ്പൊ എങ്ങനെ വന്നു? എന്താ ആലോചിച്ച് നിൽക്കുന്നത്? ഈ വീട്ടിൽ നമ്മൾ അറിയാതെ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു വലിയ രഹസ്യം തന്നെയാ. ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ നമ്മുടെ കണ്ണിൽ തന്നെ കാണുവോ? എന്തു പറ്റി? എന്തോ പുതിയ ന്യൂസ് കേട്ട ലക്ഷണം ഉണ്ടല്ലോ. എന്താ കാര്യം? ദേ, അവിടെ ഒരുത്തി സുപ്രിയ ആന്റിയുടെ ഫോട്ടോ നോക്കി കരയുന്നു. കൂടെ നമ്മുടെ അമ്മായിയും വേണ്ടേ? അത് മാത്രല്ല, ഞാൻ നോക്കിയപ്പോ രണ്ടും കൂടി കുശുകുശന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നുണ്ട്. ആരാ കരഞ്ഞത്? ഹരിപ്രിയയാണോ? അതെ, അത് നിനക്കെങ്ങനെ മനസ്സിലായി? താരേച്ചി പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി അത് ഹരിപ്രിയയുടെ കാര്യമാണെന്ന്. മരിച്ചുപോയ സ്വന്തം കൂടപ്പറപ്പിന്റെ ഫോട്ടോ കണ്ടപ്പോ എന്തെങ്കിലും ഓർത്ത് കാണും. വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ ആരായാലും കരഞ്ഞു പോവില്ല താരേച്ചി. അതിനൊക്കെ വേറെ അർത്ഥം കൽപ്പിക്കണോ? ഇതൊന്നും അല്ല. അങ്ങനെയാണെങ്കി പിന്നെ അവളുമാരെന്തിനാ ഇത്ര വലിയ രഹസ്യം പറയുന്നേ? എന്ത് രഹസ്യം? കരയുന്ന ഒരാളെ ചേർത്ത് നിർത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും അത്ര വലിയ തെറ്റാണോ? താരേശി, നമ്മൾ കാണുന്നതും ചിന്തിച്ചു കൂട്ടുന്നതൊന്നും ആയിരിക്കില്ല പലപ്പോഴും സത്യം. അതന്നെ എനിക്കും പറയാനുള്ളത്. ഇത് അതൊക്കെ മേലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ജ്യോതി ഹരിപ്രിയെ ഇവിടുന്ന് വിടാത്തതിന്റെ പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ട്. എന്ത് കാരണം?
നമുക്കങ്ങനെ സംശയമുണ്ട്, അല്ലാതെ അതിന് വ്യക്തമായ തെളിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ. കിട്ടും. അതിനുള്ള തെളിവുകൾ അവളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും. ആ ഹരിപ്രിയയെ നമ്മളൊന്ന് കാര്യമായിട്ട് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്താൽ മതി. രഹസ്യമൊക്കെ താനെ പുറത്തു വരും. ദേ, ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ട. ചോദ്യം ചെയ്യാനേ ഇത് പോലീസ് സ്റ്റേഷനൊന്നും അല്ല. DK എങ്ങനെ പറഞ്ഞാ പിന്നെ അത് മതി ഇവിടെ ഭൂകമ്പം നടക്കാൻ. അവളുമാര് കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കായിരുന്നു. ആ, അത് ശരി. അപ്പൊ കാര്യമായിട്ടൊന്നും കേൾക്കാതെ കണ്ണും പൂട്ടി വെടിപൊട്ടിക്കാൻ ഇറങ്ങിക്കുവാണല്ലേ? ദേ, വെറുതെ നിക്കുവാണെങ്കിലേ അടുക്കളയില് കുറച്ച് ജോലിയുണ്ട്, വന്നേ. അത് ശരി, അപ്പൊ മുതലെടുക്കല്ലേ? ആ, ആവട്ടെ. ഇനി നീ പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് വേണ്ട. ഞാനിവിടെ ഉണ്ട്. മായച്ചു വിളിച്ചു. ഞാനിപ്പോ വരാം. ഇതുപോലൊരു ജോലിക്കള്ളി. മായച്ചി, മായച്ചി എന്തിനാ കരയുന്നേ? ശ്രീയേട്ടാ, എന്താ ശ്രീയേട്ടാ, എന്താ പറ്റിയത്? മായച്ചി എന്തിനാ കരഞ്ഞ്? ശ്രീയേട്ടാ, ഇതെന്ത് പറ്റി? രണ്ടുപേരും നല്ല ടെൻഷനിലാണല്ലോ. താരേച്ചി, അപ്പൊ നമ്മൾ കരുതിയ പോലെ അല്ല. അതെ, ചിലപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ പ്രഗ്നൻസി കാണില്ല, അതിന്റെ വിഷമായിരിക്കും. ഇപ്പോഴാ ഒരു സമാധാനായത്. അപ്പൊ മായയ്ക്ക് കുട്ടികൾ ഉണ്ടാവരുതെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? ആര് പറഞ്ഞു? ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിനക്കിപ്പോഴാ സമാധാനമായതെന്ന്? ഈ വീട്ടിൽ ആർക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും അതെല്ലാവർക്കും സന്തോഷം തന്നെ ആയിരിക്കണം. അത് നിനക്കായാലും ചിത്രയ്ക്കായാലും. നീ അങ്ങനെ വലിയ നല്ല പിള്ളയൊന്നും ചമേണ്ട. കള്ളഗർഭം അഭിനയിച്ച് ഈ വീട്ടിൽ എല്ലാവരും പറ്റിച്ചോളല്ലേ നീ? ഞാൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെട്ടില്ലല്ലോ. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷേ എനിക്കതിന് എന്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. ജ്യോതി, എന്ത് കാരണം കൊണ്ടായാലും അതൊരിക്കലും ശരിയല്ല. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ചിത്രേ? ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞു പോയതാണെങ്കിലും ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ മറക്കാൻ അത്ര വലിയ സമയമൊന്നും ആയിട്ടില്ലല്ലോ. താരെ, നീയും ചിത്രയും മായയൊക്കെ ഉണ്ടല്ലോ എന്റെ മരുമക്കളാ. പ്രായം കൊണ്ട് വലിയ വ്യത്യാസം ഇല്ലെങ്കിലും സ്ഥാനം കൊണ്ട് നിനക്കൊക്കെ ഒരുപാട് മുകളിലാ ഞാൻ. അതിന്റെ ഒരു അധികാരവും ഇന്നേ വരെ ഞാൻ നിങ്ങളോട് ആരോടും കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ ഈ അനാവശ്യമായിട്ടുള്ള സംസാരവും പ്രവൃത്തിയും നിങ്ങൾക്ക് നല്ലതല്ല. രണ്ടുപേരോടും കൂടിയാ ഞാൻ ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചിത്ര, നിന്റെ മനസ്സിൽ കുറച്ച് നന്മയുണ്ടെന്ന് എനിക്കറിയാം. വെറുതെ ഇവരുടെ കൂടെ നടന്ന് അതും കൂടി ഇല്ലാതാക്കി കളയരുത്, പറഞ്ഞേക്കാം. അവള് പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? കേട്ടു. എന്നിട്ട് നീ എന്താ മറുപടി ഒന്നും പറയാത്തെ? അല്ലപ്പോ ഞാനെന്ത് മറുപടി പറയാനാ? ഒന്നും പറയാനില്ലേ? ഞങ്ങളുടെ കൂടെ നടന്ന് വഷളാവരുതെന്നാ പറഞ്ഞിട്ട് പോയനർത്ഥം. ഞങ്ങളുടെ കൂടെ നടക്കുമ്പോഴല്ല അവളുടെ കൂടെ നടക്കുമ്പോഴാ വഷളാവുന്ന നിനക്ക് പറയാറുന്നില്ലേ? അല്ല, എനിക്കും ആ സംശയം ഇല്ലാതില്ല. എന്താ? അയ്യോ തരേച്ചി, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്, ഞാൻ പോവാ. അവളെന്താ പറഞ്ഞിട്ട് പോയനർത്ഥം? അവളെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാലും മായച്ച എന്തിനായിരിക്കും കരഞ്ഞോണ്ട് പോയത്? മായേ, നീ ഇങ്ങനെ കരയാതെ. സമാധാനമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യം ഇത്. തൽക്കാലം മറ്റുള്ളവർക്ക് ഒരു സംശയത്തിന് ഇടം കൊടുക്കരുത്. എന്റെ സങ്കടം ശ്രീയേട്ടന് മനസ്സിലാവില്ല. ഒരമ്മയാവാൻ എത്ര ആഗ്രഹിച്ചതാ ഞാൻ. അതിനിപ്പോ അമ്മയാവാൻ പറ്റില്ലെന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ലല്ലോ. കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞോളൂ. മായേ, എന്താ പറ്റിയേ? നിങ്ങളെന്താ പുറത്തു പോയേ? അവര് പറഞ്ഞത് ശരിയാണോ?
ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കിയിട്ട് എന്താ കാര്യം? പരിഹാരമില്ലാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല. നീ ഒന്ന് പോകുന്നുണ്ടോ? മനുഷ്യനിവിടെ തീ നിന്ന് നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു ചോദ്യവും പറച്ചിലും. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഞങ്ങൾക്കറിയാം. അതിന് നിന്റെ ഒരു സഹായവും വേണ്ട. മായേ, മായേ, ഇതൊരു കുടുംബമല്ലേ? ഇവിടെ താമസിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. നമ്മളിൽ ആർക്കെങ്കിലും ഒരു സങ്കടം വന്നാ അത് പരസ്പരം അറിയണ്ടേ? ജ്യോതി, തൽക്കാലം അവളോടൊന്നും ചോദിക്കണ്ട, ഞാൻ പറയാം. നിങ്ങൾ എന്തു പറയാൻ? ഇവിടെ ആർക്കും ഒന്നും പറയാനില്ല. അങ്ങനെ വരുന്നവരോടും പോകുന്നവരോടും എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. മായേ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? നിനക്കൊരു വിഷമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് ഈ വീട്ടിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നീ ഈ വീട്ടിലെ മരുമകളാ. എനിക്കൊന്നും കേൾക്കണ്ട. ഒന്നിറങ്ങി പോകുന്നുണ്ടോ? ജ്യോതി, പ്ലീസ്, നമുക്ക് പിന്നീട് സംസാരിക്കാം. മായച്ചി, എനിക്കിപ്പോ ആരെയും കാണണ്ട. എല്ലാരും ഒന്നിറങ്ങി പോകുന്നുണ്ടോ? അല്ല, അതിനിപ്പോ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? എനിക്കിപ്പോ തെറ്റും ശരിയൊന്നും പറയാൻ സൗകര്യമില്ല. എല്ലാരും ഒന്ന് പോയി തന്നാ മതി. തരാം. അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അതെന്താന്ന് നമ്മളോട് പറയാൻ മായയ്ക്ക് താല്പര്യമില്ല. ശ്രീറാമിനെ അത് പറയാൻ മായ അനുവദിക്കുന്നുമില്ല. വാ, അവളെ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട. നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? എനിക്കൊന്ന് ഉറങ്ങണം. നമുക്ക് പോവാം. നീ എന്ത് പണിയായി കാണിച്ചേ? ജ്യോതിയോട് ഇങ്ങനെ പെരുമാറിയത് ശരിയാണോ? ചിത്രയും താരയും നിന്റെ അണികളായിട്ട് വാല് പിടിച്ച് നടന്നവരല്ലേ? അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? മിണ്ടി പോരുത്. എന്റെ ഉള്ളിൽ കത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്കൊരു അമ്മയാവാൻ പറ്റില്ലെന്ന് അവരറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ പിന്നെ ആരാ? എന്നെ എന്തിനു കൊള്ള? എല്ലാവരുടെയും പരിഹാസത്തിനിരയായി ഞാൻ ജീവിക്കണോ? അതിന് ഡോക്ടർ അങ്ങനെ തീർച്ചയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലേ? എന്നെ ഇറക്കി വിട്ടിട്ട് നിങ്ങളോട് ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ അത് പറയാൻ പറ്റുന്നില്ലേ? ഏയ്, ഡോക്ടർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ട്രീറ്റ്മെന്റ് നിനക്ക് മാത്രമല്ല, നമുക്ക് രണ്ടുപേർക്കും വേണം. 6 മാസത്തിനകം റിസൾട്ട് കിട്ടും. നമുക്ക് കുട്ടികളുണ്ടാവും. അതാ ഡോക്ടർ പറഞ്ഞത്. കള്ളം, പച്ചക്കള്ളം. മായേ, നീ ഇങ്ങനെ നിയന്ത്രണം വിടല്ലേ? നിന്റെ കൂടെ ഞാനില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എനിക്കൊരു കുഞ്ഞു വേണം ശ്രീയേട്ട. പ്രസവിക്കാൻ കഴിയാത്ത പെണ്ണ് വീടിന് ശാപമാണെന്ന് നാളെ എല്ലാവരും പറയും. മായേ, ഇതൊക്കെ ഈശ്വരൻ തരുന്നതാ. അല്ല, ഇത് ഈശ്വരന്റെ ശിക്ഷയാ. ഈശ്വരൻ സന്തോഷത്തോടെ തന്നതിന് ഇല്ലാതാക്കിയതിനുള്ള ശിക്ഷയാ. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്നതാ. എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ഞാനില്ലേ മായ നിന്റെ കൂടെ? എന്നാലും മായച്ചിക്ക് ഇതെന്താ പറ്റിയേ? എന്തിനാ മായച്ചിക്കിന് ബഹളം വെക്കുന്നേ? ആദ്യം ഇവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളുന്നു. എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മായച്ചി ഇത്രയ്ക്ക് ദേഷ്യപ്പെടുവോ? ഇനി പോയ വഴിക്ക് ശ്രീയേട്ടനും മായച്ചിയും എന്തെങ്കിലും വഴക്കുണ്ടായോ? അതുകൊണ്ടാണോ ഈ ബഹളം കാണിച്ചത്? ഏയ്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇത് മറ്റെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. താരേച്ചി, നമുക്ക് ഒന്നുകൂടെ പോയി ചോദിച്ചാലോ? വേഗം അങ്ങോട്ട് ചെല്ല്, ഇപ്പൊ കിട്ടും. അല്ല, എന്നാലും നമുക്ക് കാര്യം എന്താന്ന് അറിയണ്ടേ? അല്ല, നമുക്കേ ശ്രീയേട്ടനോടൊന്ന് പോയി ചോദിച്ചാലോ? ആരോടും ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിക്കണ്ട. തൽക്കാലം മായച്ചിയുടെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങട്ടെ. മായച്ചിയോട് തന്നെ ചോദിക്കാൻ എന്താ പറ്റിയെന്ന്. നീ വാ.
നിങ്ങൾക്ക് പറയാൻ? ഇവിടെ ആർക്കും ഒന്നും പറയാനില്ല. അങ്ങനെ വരുന്നവരോടും പോകുന്നവരോടും എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. എന്താ ശ്രീ? എന്താ പ്രശ്നം? നിങ്ങളവിടെ പോയതായിരുന്നു? മായേച്ചി എല്ലാവരോടും വഴക്കിടുന്നത് എന്താ ശ്രീ? എന്താ നിനക്കത്ര സങ്കടം? നിങ്ങളോട് പറയാത്ത ഒരു രഹസ്യം എനിക്കില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. എന്തുണ്ടെങ്കിലും ഞാനത് നിങ്ങളോട് പറയുന്നേ. പക്ഷേ ഇതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല.